ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. മഹാഗുരു തന്ന അറിവിൽ ഞാൻ ശരീരമല്ല എന്നുള്ള നിശ്ചബോധം ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് പവിത്രസമ്പൂർണമായ അക്ഷരങ്ങളാക്കി ഈ അറിവിന്റെ ലോകത്തോടു ചേർത്ത് നമുക്ക് തന്നു. ആ മഹാത്മൻ മനസ്സാ വാചാ കർമ്മണ ഏകാഗ്രതയോടെ പരമാത്മാവിനാൽ ശക്തിനേടി ആ ചൈതന്യം പ്രകൃതിയിലേക്കും പരത്തി നടന്ന ഈ ലോകത്തുതന്നെയാണു നമ്മളും ജീവിക്കുന്നത്. പ്രപഞ്ചകാര്യങ്ങളിലെല്ലാം ഇടപെട്ടു നമ്മുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചിരുന്നതെല്ലാം ഈശ്വരീയ കടാക്ഷത്തിന്റെ പ്രകാശം പൂകിയ ആ പ്രഭാവത്താലായിരുന്നു. ഇന്നും ആ വഴിത്താരയിലെല്ലാം ആ ചൈതന്യപ്രഭാവം നിലനിൽക്കുന്നതു നമുക്ക് അനുഭവത്തിൽ ഇപ്പോഴും ബോധ്യമാക്കാവുന്നതാണ്. ഈ സൃഷ്ടിയോടു ചേർന്നതിനെല്ലാം കാരണമായതു പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല എന്നു നമ്മെ പഠിപ്പിച്ചു. പരമാത്മാവിന്റെ ചൈതന്യവത്തായ ഒരേയൊരു ശക്തിസ്വരൂപത്തെ തജ്ജ്യോതി എന്നു മാത്രമാണ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതും. അതു പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപമാണ്. ആത്മസ്വരൂപവും മറ്റൊന്നല്ലാത്തതിനാൽ അതിനെ ബ്രഹ്മം എന്നു സങ്കല്പം ചെയ്യുവാനും പഠിപ്പിച്ചു. പല നദികൾ ഒരുമിച്ചു ചേരുന്ന ഒരു മഹാസമുദ്രം പോലെ പല വഴികളിലൂടെ പരമാത്മാവിൽ മാത്രമെത്തുന്ന മതചിന്തകളുടെ ധർമാത്മാക്കളെയും അവരുടെ അടിസ്ഥാനത്തെയും വൈരമില്ലാതെ സ്നേഹിക്കാനാണു നമ്മോടു അരുളിയത്. ആയതിനാൽ നമ്മൾ ആ മഹാഗുരു നൽകിയ അറിവിനെ പിന്തുടരുന്നതു ആ മഹാത്മാവ് പകർന്നു തന്ന പരിശുദ്ധമായ സത്യം മനസ്സിലാക്കുവാൻ സഹായിക്കും. നമുക്കു ഈശ്വരനാൽ പരിശുദ്ധിയോടെ നിയമിതമായി കിട്ടിയ ജന്മമാണിത്. നമുക്കു ജന്മം നൽകിയ ഈ ഭൂമിയിൽ നമ്മുടെ ജന്മോദ്ദേശമായ കർമ്മങ്ങൾ എന്തെന്നറിഞ്ഞു അതു നിറവേറ്റണം. ഈശ്വരനാൽ നൽകിയ ആ അവതാരപുരുഷന്റെ അറിവിൽ നിന്നകലാതെ നമ്മുടെ കർമ്മങ്ങൾ നിറവേറ്റണമെന്ന കടമയും നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ പവിത്രമായ മണ്ണിൽ സുഖം അനുഭവിക്കാനുള്ള കർമ്മത്തിന്റെ വഴികാട്ടിയായി വന്ന അവതാരമാണ് ശ്രീഗുരു. നമസ്തേ.